700 ദിനങ്ങൾ ജയിലറുകൾക്കുള്ളിൽ എന്ന പോലെ കഴിഞ്ഞുകൂടുന്ന 25 ലക്ഷത്തിലധികം നിഷ്കളങ്കർ തന്റെ തലക്ക് നേരെ വരുന്ന ബോംബുകളും പീരങ്കികളും മനോധൈര്യം കൊണ്ടും കല്ലുകൾ കൊണ്ടും നേരിടുന്ന പട്ടിണി പാവങ്ങൾ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കൈനീട്ടുമ്പോൾ പോലും ആ കൈകളിലേക്ക് വരുന്നത് തീച്ചൂളകൾ മാത്രം. ഇന്നേക്ക് ഏകദേശം 1 ലക്ഷത്തിലധികം പട്ടിണി പാവങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം മരണപ്പെട്ടു കഴിഞ്ഞു. 5000-ഓളം ആളുകൾ മരണപ്പെട്ടത് പട്ടിണി കിടന്ന് നരകയാതന അനുഭവിച്ചിട്ടാണ്. നോക്കൂ, നിരായുധയായ ആ ഉമ്മയുടെ നേരെ വെടിവെക്കുന്നവർ മനുഷ്യരാണോ അതോ രാക്ഷസന്മാരാണോ? എല്ലാം നഷ്ടപ്പെട്ട് ഉള്ളതെല്ലാം പെറുക്കി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുന്നവർക്ക് പോലും രക്ഷയില്ല. അവരെയും ആ കാട്ടാളന്മാർ വെറുതെ വിടുന്നില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിനെ വംശഹത്യ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? അത് അക്രമത്തിൻ്റെ പേരിലാണെങ്കിലും ബന്ദികളുടെ പേരിലാണെങ്കിലും. ഇപ്പോൾ ഗസയും വെസ്റ്റ് ബാങ്കും എല്ലാം കത്തിച്ചാമ്പലായി മനുഷ്യവാസയോഗ്യമല്ലാത്ത ശവപ്പുറമ്പായി മാറിയിരിക്കുമ്പോഴെങ്കിലും ഫ്രാൻസും ചൈനയും കാനഡയും UK പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ, ഫലസ്തീൻ്റെ പതാക അഭിമാനത്തോടെ ഉയർത്തുമ്പോൾ, ആർഷഭാരത സംസ്കാരത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന നമ്മുടെ രാജ്യം മാത്രം എന്താ ഇങ്ങനെ? നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അക്രമികളുടെ കൂടെ നിൽക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ ഭരണാധികാരി ജൂതന്മാർക്കും ജൂതരാക്ഷസിനും രാക്ഷസ നേതാവിനും പുതുവത്സരാശംസകൾ നേരുമ്പോൾ അവർ ചെയ്യുന്ന ചെയ്തികൾക്ക് ഊർജം പകരുകയാണ് ചെയ്യുന്നത്. അഭിമാനമല്ല തോന്നുന്നത്, അപമാന ഭാരത്താൽ തലകുനിക്കേണ്ടി വരുന്നു. വാട്ട് അബൌട്ട് യു? ഈ ലോകത്തൊരു മനുഷ്യനായി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ പ്രതികരിക്കാനെങ്കിലും നമുക്ക് കഴിയണ്ടേ?